ഇതാണ് IUP ക്ലാസിഫിക്കേഷനിൽ വരുന്ന 6 മേജർ ക്ലാസ്സസ് ഓഫ് എൻസൈംസ്. ഇത് നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം ഇതിലെ ഈ ഓരോ ഡിജിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻസൈമിൻ്റെ EC നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റിനെയാണ്. ഇപ്പോൾ EC നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആ എൻസൈം ഒരു ഓക്സിഡോ റിഡക്റ്റേസസിൽ വരുന്ന എൻസൈമാണ്. EC നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണെങ്കിൽ അപ്പോൾ ട്രാൻസ്ഫറേസസിൽ വരുന്ന എൻസൈമാണ്. 3 ആണെങ്കിൽ അത് ഹൈഡ്രോലൈസിസിൽ വരുന്ന എൻസൈമാണ്. 4 ആണെങ്കിൽ ലയേസസിൽ വരുന്ന എൻസൈമാണ്. 5 ആണെങ്കിൽ അത് ഐസോമറേസിൽ വരുന്ന എൻസൈമാണ്. 6 ആണെങ്കിൽ അത് ലിഗേസസിൽ വരുന്ന എൻസൈമാണ്. ഈ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓത്തലിൽ എന്ന ന്യൂമോണിക്സ് ഓർത്താൽ മതി. O ഓക്സിഡോ റിഡക്റ്റേസ്, T ട്രാൻസ്ഫറേസസ്, H ഹൈഡ്രോലൈസസ്, L ലയേസസ്, I ഐസോമറേസസ്, L ലിഗേസസ്. അപ്പോൾ ഓത്തലിൽ എന്ന ന്യൂമോണിക്സ് ഓർത്ത് കഴിഞ്ഞാൽ ഈ 6 മേജർ ക്ലാസ്സസ് ഓഫ് എൻസൈംസിനെയും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. സോ അത് മറക്കരുത്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതാൻ വേണ്ടി നോക്കുക. ഇനി ഓരോ ക്ലാസ് എൻസൈംസും അത് ഏത് റിയാക്ഷൻസിനെയാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസിൽ വരുന്നത്. നേരത്തെ നമ്മൾ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അതെന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഓക്സിഡേഷൻ റിഡക്റ്റേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രാൻസ്ഫറേസസ്. ട്രാൻസ്ഫറേസസ് എന്താ ചെയ്യുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹെക്സോകൈനേസ്, അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ആണ് നടന്നത്. അപ്പോൾ അതൊരു ട്രാൻസ്ഫറേസ് എൻസൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോലൈസിസ് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോലൈസിസിൽ വരുന്നത്. ഹൈഡ്രോ എന്ന് പറയുന്നത് വാട്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ചെയ്യുക. സോ അപ്പോൾ വാട്ടർ വെച്ചിട്ട് മോളിക്യൂൾസിലെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോളിക്യൂൾ എന്തായി? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. നമുക്കറിയാം വാട്ടർ ഇറ്റ് സെൽഫ് എന്തായിട്ട് മാറും? H+ഉം OH- ആയിട്ട് മാറും. H+ ഒരാളുടെ കൂടെ പോവും, അതുപോലെ OH- ഒരാളുടെ കൂടെ പോവും. അപ്പോൾ നമുക്ക് ആരൊക്കെ കിട്ടും? BHനെയും AOHനെയും കിട്ടും. ഇതാണ് ഹൈഡ്രോലൈസിസിൽ നടക്കുന്നത്. ലയേസസ് മോളിക്യൂൾസിലെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ബോണ്ടിനെ ഫോം ചെയ്യുക, അങ്ങനെയുള്ള റിയാക്ഷൻസിനൊക്കെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലയേസസ് എന്ന് പറയുന്നത്. ലയേസസ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് ഹൈഡ്രോലൈസിസോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ മെക്കാനിസം വഴിയല്ല. ഇവർ വാട്ടർ, അമോണിയ, CO2 അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ മോളിക്യൂൾസിലോട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും. ലയേസസിനെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നെയിമിൽ ഈ ഒരു എല്ലിനെ ഓർത്താൽ മതി. ലിങ്ക് ഓർ ലീവ്, ലിങ്ക് ഓർ ലീവ്, ലിങ്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മോളിക്യൂൾസ് എന്ന് ലീവ് ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ ലീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻസ്. അമോണിയ ലീവ് ചെയ്യുന്നതിന് നമ്മൾ ഡീഅമിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയും. CO2 ഒരു മോളിക്യൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് നമ്മൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസും അതേപോലെ ഇതൊക്കെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ്, പിന്നെ ഡബിൾ ബോണ്ട് ഫോർമേഷൻ, ന്യൂ കാർബൺ ബോണ്ട് ഫോർമേഷൻ, അതുപോലെ റിംഗ് ഫോർമേഷൻ, അങ്ങനെയുള്ള സിന്തസിസ് റിയാക്ഷൻസിനെയും ക്ലീവേജ് റിയാക്ഷൻസിനൊക്കെ ലയേസസ് കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്ലൈക്കോളിസിസ് ഒക്കെ പഠിക്കുമ്പോൾ ആൽഡോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് അവിടെ വരുന്നുണ്ട്. ആൽഡോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് എന്താ ചെയ്യുന്നത്? കാർബൺ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഗ്ലൈക്കോളിസിസിൽ ആൽഡോലൈസ് എന്താ ചെയ്തത്? ഒരു 6 കാർബൺ ഷുഗറിനെ 2 3 കാർബൺ ഷുഗേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ വരുന്നത് ലയേസസിൻ്റെ അണ്ടറിലാണ്. വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വാട്ടറിനെ ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ റിമൂവ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള റിയാക്ഷൻസിനൊക്കെ കാറ്റലൈസ് ചെയ്യുന്നത് ലയേസസിൽ വരുന്ന എൻസൈംസ് ആയിരിക്കും. പക്ഷെ ഇവിടെ വാട്ടർ വെച്ചിട്ട് ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യല്ല ചെയ്യുന്നത്. വാട്ടർ വെച്ചിട്ട് മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രോലൈസിസിൽ വരുന്ന റിയാക്ഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള എൻസൈംസ് ഹൈഡ്രോലേസസ് ആയിരിക്കും.
ഇവിടെ വാട്ടറിനെ ആഡ് ചെയ്യുന്നത് ഹൈഡ്രേഷൻ റിയാക്ഷനാണ്, അതേപോലെ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷനാണ്. ഫോർ എക്സാമ്പിൾ സിട്രിക് ആസിഡ് പാത്വേയിലുള്ള ഫ്യൂമാറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം അതൊരു ഹൈഡ്രറ്റേസ് ആണ്, അതായത് അത് ഹൈഡ്രേഷൻ റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഫ്യൂമാറേസിന് വാട്ടർ ആഡ് ചെയ്തിട്ട് മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലോട്ടാണ് ഈ ഒരു വാട്ടറിൻ്റെ അഡീഷൻ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ടാണ് വാട്ടർ ആഡ് ആവുന്നത്. സോ അതൊരു ഹൈഡ്രറ്റേസിൽ വരുന്ന എൻസൈം ആയിരിക്കും. അപ്പോൾ അവിടെ ആ മോളിക്യൂളിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് നടക്കുന്നില്ല. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് മാത്രമാണ് ബ്രേക്ക് ആവുന്നത്. എന്നിട്ടാണ് വാട്ടർ ആ ഒരു മോളിക്യൂളിൽ ആഡ് ആവുന്നത്. സോ ഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്, അത് ലയേസസിൽ വരുന്ന എൻസൈമാണ്. ഐസോമറൈസേഷൻ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഐസോമറൈസസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പുറത്തു നിന്നൊരു ഗ്രൂപ്പിനെയോ ആറ്റത്തിനെയോ മോളിക്യൂളിലോട്ട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ആ ഒരു മോളിക്യൂളിൽ തന്നെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം തന്നെ ആയിരിക്കും, പക്ഷേ സ്ട്രക്ചറൽ ആയിട്ടുള്ള റീഅറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു ഐസോമർ വേറൊരു ഐസോമറായിട്ട് മാറുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ലിഗേസസ്. ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബൈൻഡ്, ടു മോളിക്യൂൾസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ ജോയിൻ ചെയ്യിക്കുക, അങ്ങനെയുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിഗേസസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ബോണ്ട് ഫോർമേഷനിൽ എനർജി അല്ലെങ്കിൽ ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ബോണ്ട് ഫോം ചെയ്തിട്ട് ടു മോളിക്യൂൾസ് ചേർന്നിട്ട് ഒരു പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടായി. സോ അവിടെ എന്താ നടന്നത്? പുതിയൊരു കോമ്പൗണ്ടിൻ്റെ സിന്തസിസ് ആണ്. അപ്പോൾ ലിഗേസസ് കാറ്റലൈസ് ചെയ്യുന്നത് സിന്തറ്റിക് റിയാക്ഷൻസിനെയാണ്. ലിഗേസിനെ കുറിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു G ഓർത്താൽ മതി. ഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പശ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിഗേസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്കുലർ ഗ്ലൂ ആണ്. മോളിക്യൂൾസിനെ തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ആര്? ലിഗേസസ്. അതുപോലെ ലിഗേസസ് ന്യൂ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി അല്ലെങ്കിൽ ATP യൂസ് ചെയ്യുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 മേജർ ക്ലാസ്സസ് ഓഫ് എൻസൈംസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ഇനി നിങ്ങൾ എക്സാമിന് ഇത് എഴുതുമ്പോൾ ഇതിൻ്റെ ആ ഒരു റിയാക്ഷൻ്റെ ഒരു ജനറൽ റെപ്രസെൻറ്റേഷനും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഓരോ റിയാക്ഷൻസിൻ്റെയും ജനറൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എക്സാമിന് എന്തായാലും എഴുതി വെക്കണം. ആദ്യം നമുക്ക് ഓക്സിഡോ റിഡക്റ്റേസസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. AH2 B ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് A+BH2 ആയിട്ട് മാറുന്നു. ഇവിടെ AH2 എന്ന് പറഞ്ഞ മോളിക്യൂളിന് എന്താ സംഭവിച്ചത്? അത് A ആയിട്ട് മാറി, അതായത് ഹൈഡ്രജൻ റിമൂവ്ഡ് ആയി. ഹൈഡ്രജൻ റിമൂവ് ആവുക എന്നുള്ളതിന് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ AH2ന് ഓക്സിഡേഷൻ സംഭവിച്ചു. B എന്തായി? BH2 ആയിട്ട് മാറി, അതായത് ഹൈഡ്രജൻ ആഡായി. ബിയിൽ ഹൈഡ്രജൻ ആഡായി. സോ അവിടെ എന്താ നടന്നത്? റിഡക്ഷൻ ആണ് നടന്നത്. അപ്പോൾ എക്ക് ഓക്സിഡേഷനും നടന്നു, ബിയിൽ റിഡക്ഷനും നടന്നു. സോ ഇതെന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ്. ഹൈഡ്രജൻ പോലെയുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റംസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിഡേഷനാണ്. ഓക്സിജൻ പോലെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷനിൽ ഈ ഒരു മോളിക്യൂളിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. ഇലക്ട്രോൺസിന് ലോസ് ആവാണ് ചെയ്യുന്നത്. റിഡക്ഷനിൽ എന്താണ് നടക്കുന്നത്? ഹൈഡ്രജൻ പോലെയുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റംസിനെ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ പോലെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിൻ്റെ ഗെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റിഡക്ഷൻ. ഇത്തരത്തിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിനെയാണ് ആര് കാറ്റലൈസ് ചെയ്യുന്നത്? ഓക്സിഡോ റിഡക്റ്റേസ്. നെക്സ്റ്റ് ട്രാൻസ്ഫറേസസിൻ്റെ ജനറൽ റിയാക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടെ AXഉം Bയും കൂടി റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് Aയും BXഉം ഫോം ചെയ്യുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? എയിൽ നിന്ന് ഈ എക്സ് ബിയിലോട്ട് ട്രാൻസ്ഫർ ആയി, എന്നിട്ട് BX ഫോം ചെയ്തു. ഇത് സിമ്പിളായിട്ട് വരക്കാം. നെക്സ്റ്റ് ഹൈഡ്രോലേസസ് ആണ്. AB വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട്
AHും BOHും ഫോം ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു H2 എന്തായിട്ട് സ്പ്ലിറ്റ് ആവും, H+ഉം OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് H+ Aൻ്റെ കൂടെ പോയി OH- Bൻ്റെ കൂടെ പോയി ഈ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലയേസസിനെ നോക്കാം. ലയേസസ് വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള ഗ്രൂപ്പിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ XY എന്നുള്ള ഗ്രൂപ്പിനെ AB എന്നുള്ള മോളിക്യൂളിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ AXBY എന്നുള്ള മോളിക്യൂള് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ XYയിലുള്ള ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് X Aൻ്റെ കൂടെയും പോയി Y Bൻ്റെ കൂടെയും പോയി. അപ്പോൾ XY എന്നുള്ള മോളിക്യൂളിനെ നമ്മൾ ഈ ഒരു AB എന്നുള്ള മോളിക്യൂളിലോട്ട് ആഡ് ചെയ്തിട്ട് പുതിയൊരു മോളിക്യൂള് ഫോം ചെയ്തു, AXBY. നെക്സ്റ്റ് ഐസോമറേസസ് ആണ്. ഐസോമറേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് പുതുതായിട്ട് ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ആറ്റംസിനെയോ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ആ ഒരു മോളിക്യൂളിൽ തന്നെയാണ് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഐസോമർ വേറൊരു ഐസോമറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻ്റർ കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് ലിഗേസസ്. ലിഗേസസ് എന്താ ചെയ്യുന്നത്, ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. എനെയും ബിനെയും ബൈൻഡ് ചെയ്തിട്ട് ABയുടെ ഫോർമേഷനാണ് ലിഗേസസ് ചെയ്യുന്നത്. അതൊരു കണ്ടൻസേഷൻ റിയാക്ഷനാണ്. അപ്പോൾ യൂഷ്വലി എന്താണ്, ഈ ഒരു ന്യൂ ബോണ്ട് ഫോർമേഷന് എനർജി അല്ലെങ്കിൽ ATP യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്.